അത് കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മീരയേട്ടത്തെയും അമ്മയും ഒക്കെ ഒരുപാട് തമാശകൾ പറയുന്നു. അച്ഛനും സിദ്ധുവേട്ടനും ബിസിനസ് ചർച്ചകൾ, കുട്ടികളൊക്കെ ഇരുന്ന് കളിയും ചിരിയും. ഈ വീട്ടിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ അമ്മാളുവിന് അത്ഭുതമായിരുന്നു. ചേച്ചി വായോ, ഇവിടെ വന്നിരിക്കെ. മിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സെറ്റിയിലിരുത്തി. അവരുടെ ഇല്ലത്തെ വിശേഷങ്ങൾ, കോളേജിലെ കൂട്ടുകാരുടെ പേര്, അവിടുത്തെ കാര്യങ്ങൾ, അമ്മാളുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണ്, അങ്ങനെ നീണ്ടുപോകുന്നു ചോദ്യങ്ങൾ. എല്ലാത്തിനും അമ്മാളു ഉത്തരവും നൽകുന്നുണ്ട്. അപ്പോഴേക്കും പ്രഭ അവൾക്ക് കുടിക്കുവാനായി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു. അയ്യോ അപ്പേ, ഞാൻ അടുക്കളയിലേക്ക് വരാം, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. അമ്മാളു ചാടി എഴുന്നേറ്റു. ഇവിടെ അങ്ങനെയൊന്നുമില്ല മോളെ, നീ ഇത് കുടിക്കുക. പിന്നെ അപ്പച്ചിമാർ, അവരോടൊന്നും എതിർത്തൊരു വാക്ക് പോലും ഇവിടെ ആരും പറയില്ല. അതുകൊണ്ടാണ് ഇന്നലെ അച്ഛൻ പോലും ഒന്നും മിണ്ടാതിരുന്നത്. ഒക്കെ എൻ്റെ കുട്ടി മറന്നോളൂ കേട്ടോ. അവർ പറഞ്ഞതും അമ്മാളു പുഞ്ചിരിച്ചു. പെട്ടെന്നായിരുന്നു മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. ചെറിയച്ഛനാ, ആരു പറഞ്ഞതും അമ്മാളുവിനെ വിറയ്ക്കാൻ തുടങ്ങി. ഷീലാമ്മയൊക്കെ പോയോ? അകത്തേക്ക് ആദ്യം കയറി വന്നത് രാധികയായിരുന്നു. പോയി രാധു, അവർക്ക് ഗുരുവായൂരിൽ തൊഴണം അത്രേ. മീരയിടത്തെയാണ് മറുപടി പറഞ്ഞത്. ഓ അത് ശരി, ഇന്നലെ അങ്ങനെ എന്തൊക്കെയോ സൂചിപ്പിച്ചു, പക്ഷെ ഞാനും അത്ര കേട്ടിരുന്നില്ല. ഇവിടെ വരെ വന്നതല്ലേന്ന്, അതുകൊണ്ടത് കയറിയിട്ട് പോകാമെന്ന് കരുതിയെന്ന്. ആ നല്ല കാര്യം, രാധിക ചിരിച്ചു. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ മോളെ? അധികം ആളില്ല അച്ഛാ, പിന്നെ ഞങ്ങൾ വേഗം തന്നെ തൊഴുതിറങ്ങി. വിഷ്ണുവിന് ഇന്ന് കോളേജിലോ മറ്റോ പോകണമെന്ന്, എന്തോ അത്യാവശ്യം ഉണ്ടത്രേ. എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛാ, പ്രിൻസിപ്പൽ സാർ ഒന്ന് വിളിച്ചു, എന്നോട് കോളേജിൽ വരെ ഒന്ന് വരാൻ പറഞ്ഞു. PGക്കാരുടെ സെക്കൻഡ് ടൈമിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അവിടേക്ക് കയറി വന്ന വിഷ്ണുവായിരുന്നു അച്ഛനോട് മറുപടി പറഞ്ഞത്. ഈ കുട്ടിയുടെ അഡ്മിഷനും കൂടി ഒന്ന് ശരിയാക്കണ്ടേ മോനെ? അമ്മാളുവിൻ്റെ പഠിപ്പ് കഴിയണമെങ്കിൽ ഇനിയും 7-8 മാസം കൂടിയുണ്ട്. അത് കുഴപ്പമില്ലപ്പേ, ഞാൻ ഇല്ലത്ത് നിന്നോളാം, എന്നിട്ട് എക്സാം കഴിഞ്ഞ ശേഷം ഇവിടേക്ക് വരാം. പാവം അമ്മാളുവിൻ്റെ നാവിൽ വന്നത് അങ്ങനെയായിരുന്നു. അത് കേട്ടതും വിഷ്ണു ഒഴികെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. വിവാഹം കഴിഞ്ഞ കുട്ടി ഇനി ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. പഠിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി നടത്തിക്കോളാം. അമ്മാളും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ശേഖരൻ അവളെ നോക്കി പറഞ്ഞു. അത് പിന്നെ അച്ഛാ, എനിക്കിനി കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, അത് കാരണമാണ്. വിഷ്ണു, 4-ാം നാൾ വിരുന്നിന് പോകുമ്പോൾ അമ്മാളുവിൻ്റെ കോളേജിൽ നിന്ന് നീ TC വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിന്റെ കോളേജിൽ അഡ്മിഷൻ റെഡിയാക്കണം. അച്ഛൻ പറഞ്ഞതും അവൻ കനപ്പിച്ചൊന്നു മൂളി. സ്റ്റെപ്പുകൾ ഒന്നൊന്നായി കയറി മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി. ചേച്ചി, 4-ാമത്തെ ദിവസം വിരുന്നിന് പോയിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഇവിടെ മടങ്ങി വരണം കേട്ടോ. ഋഷിക്കുട്ടൻ വന്ന് അമ്മാളുവിനെ കെട്ടിപ്പിടിച്ചു. ചേച്ചിയോ? ഇത് നിന്റെ ചെറിയമ്മയാണ് മോനെ, ഇനി അങ്ങനെ വിളിക്കാവൂ. മീര പറഞ്ഞതും കുട്ടികളെല്ലാവരും അവളെ ശക്തമായി എതിർത്തു. ഞങ്ങൾ അമ്മാളു ചേച്ചി ഒന്നുകിൽ മാളു ചേച്ചി അല്ലെങ്കിൽ വെറും ചേച്ചിപ്പെണ്ണ്, അങ്ങനെ മാത്രമേ വിളിക്കത്തുള്ളൂ, അല്ലാണ്ട് ചൊറിയമ്മ, ചിറ്റമ്മ ഇങ്ങനൊന്നും വിളിക്കില്ല. കുട്ടിപ്പട്ടാളത്തിൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് അവരുടെ അച്ചാച്ചനത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. മാളു, നീ മുറിയിലേക്ക് ചെല്ല്, വിഷ്ണു കയറിപ്പോയിട്ട് കുറച്ച് സമയമായല്ലോ. മീരയിടത്തി പറഞ്ഞതും അമ്മാളു പതിയെ തല കുലുക്കി. എന്നിട്ട് വിറയ്ക്കുന്ന പാദങ്ങളോടുകൂടി മുകളിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോഴുണ്ട് വിഷ്ണു ആരെയോ ഫോൺ വിളിക്കുന്നു. അത് കോളേജിലെ ആരെയോ ആണെന്ന് അവൾക്ക് വ്യക്തമായി. തൻ്റെ പേരും അഡ്രസ്സും ഒക്കെ പറയുന്നുണ്ട്. TCയുടെ കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. പേടിച്ചു വിറച്ച് നിൽക്കുന്ന അമ്മാളുവിനെ കണ്ടതും അവന് കലി കയറി. ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എന്തിനാടി നിന്നെ ഇങ്ങനെ വിറയ്ക്കുന്നേ ചോദിച്ചുകൊണ്ട് അവളുടെ ഇരുതോളിലും പിടിച്ച് ശക്തമായി കുലുക്കി. പെണ്ണിനാണെങ്കിൽ കൈ പറഞ്ഞു പോകും പോലെ തോന്നി. ആ അമ്മേ, അവൾ ദയനീയമായി കരഞ്ഞു. ഇനി മേലെ ഇങ്ങനെ പേടിച്ചു നിന്നാലേ നീ വിഷ്ണു ആരാണെന്നറിയൂ, അവൻ കലിപ്പിൽ അവളോട് പറഞ്ഞു. നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? BSc കെമിസ്ട്രി. അവൾ അത് പറഞ്ഞതും വിഷ്ണു അവളെ ഞെട്ടി നോക്കി നിന്നു. അതെന്തിനാണെന്ന് അവൾക്കൊന്നും മനസ്സിലായില്ല താനും. വേഗം റെഡി ആയിക്കോ, കോളേജിൽ തന്നെ TCയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ മേടിക്കണം. ഇല്ലത്തിൻ്റെ മുന്നിലൂടെയാണ് കോളേജിലേക്ക് പോകുന്നത് എന്നോർത്തപ്പോൾ അവളുടെ മുഖം വിടർന്നു. അതെ, എന്താടി? ഇല്ലത്ത് ഒന്ന് കയറിക്കോട്ടെ ഏട്ടാ, പഠിപ്പുര കടന്ന കോളേജിലേക്ക് പോകുന്നത്. നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി മേലിൽ അവിടെ കാല് കുത്തിയേക്കരുത്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ വിഷ്ണുവിൻ്റെ മറ്റൊരു മുഖമാവും നീ കാണുന്നത്. പറഞ്ഞുകൊണ്ട് അവനിട്ടിരുന്ന ഷർട്ട് മാറ്റി മറ്റൊരെണ്ണം എടുത്തിട്ടു. ഞാൻ അവിടെ നിന്നോളാം, പഠിത്തം കഴിഞ്ഞ് ഇവിടേക്ക് വന്നാൽ മതിയോ? അവനൊന്ന് മൂളി. സത്യമാണോ? ഞാൻ ഇല്ലത്ത് നിന്നോട്ടെ?
കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ വിഷ്ണുവിനെ നോക്കി. അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് പോയിക്കോളൂ. അല്ലെങ്കിലും എനിക്ക് നീ ഇവിടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. തലമുടി ചീകിക്കൊണ്ട് അവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. മോളെ അമ്മാളു, പ്രഭയായിരുന്നു അത്. എന്തോ ഇതാ വരുന്നു അപ്പേ. അവൾ വാതിൽക്കലേക്ക് ചെന്നു. അപ്പോഴേക്കും അവർ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. എന്താ അപ്പേ? ദേ രാമനാണ് വിളിക്കുന്നത്. അതെയോ? അവൾ ആഹ്ലാദത്തോടു കൂടി ഫോൺ കയ്യിലേക്ക് വാങ്ങി. ഹലോ അച്ഛാ. ആ മോളെ, നീ എന്തെടുക്കുകയായിരുന്നു? ഞാൻ എൻ്റെ കോളേജിൽ വരെ പോകാൻ തുടങ്ങുകയാണ് അച്ഛാ. TC ഒക്കെ വാങ്ങിക്കൊണ്ട് വരണം. വിഷ്ണുവേട്ടൻ എന്നോട് റെഡിയാവാൻ പറഞ്ഞു. ഇതിലേ കയറുമോ കുട്ടി നീ? അയാൾ ചോദിക്കുന്നത് നല്ല വ്യക്തമായി തന്നെ വിഷ്ണു കേട്ടു. അച്ഛാ, വിഷ്ണുവേട്ടന് കോളേജിൽ എന്തോ ആവശ്യത്തിന് പോകണം. അതുകൊണ്ട് ഇല്ലത്ത് കയറാൻ സമയമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. തൻ്റെ വാക്കുകൾ ഇടറാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു. ഞാൻ വിളിക്കാം അച്ഛാ, എന്നിട്ട് ഇറങ്ങി നിന്നാൽ മതി. ശരി മോളെ, എന്നാൽ അച്ഛൻ ഫോൺ വെക്കുക കേട്ടോ. വിഷ്ണുവിനോട് അന്വേഷണം പറയണേ. മറുഭാഗത്ത് ഫോൺ കട്ടായതും അവളത് പ്രഭയെ ഏൽപ്പിച്ചു. ഒന്ന് കയറിയിട്ട് വാ മോളെ. രാമന് നിന്നെ കാണഞ്ഞിട്ട് നല്ല വിഷമമുണ്ട്. സംസാരിച്ചപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. വിഷ്ണു, രണ്ടാളും കൂടി ഒന്ന് കയറുമാനെ. 5 മിനിറ്റ് പോലും നിൽക്കണ്ട, പെട്ടെന്ന് പോരാ. അമ്മേ, ഇവളുടെ കോളേജിൽ ചെന്ന TCയും സർട്ടിഫിക്കറ്റ്സും വാങ്ങിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ കൊണ്ടുപോയി അതെല്ലാം കൊടുക്കണം. എന്നിട്ട് പ്രിൻസിപ്പൽ സാറിനെയും കണ്ട് സംസാരിച്ച ശേഷം വേണം തിരിച്ചു വരാൻ. ഇതിനൊക്കെ കൂടി എവിടുന്ന ഈ സമയം? അവൻ ശബ്ദമുയർത്തതും പിന്നീട് പ്രഭയൊന്നും പറഞ്ഞില്ല. ചേച്ചി, നേരത്തെ വന്നേക്കണം കേട്ടോ, ഞങ്ങൾ കാത്തിരിക്കും. ആരും മിച്ചുവും കൂടി ഇറങ്ങി വന്ന് അമ്മാളുവിനെ യാത്രയാക്കിക്കൊണ്ട് പറഞ്ഞു. എത്താം. വിഷ്ണുവിൻ്റെ ഒപ്പം കാറിലേക്ക് കയറവേ അമ്മാളും അവനെ ഒന്ന് പാളി നോക്കി. ഗൗരവത്തിലാണ് ആള്. അച്ഛനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തന്നെ ഒന്ന് കാണാൻ. പക്ഷെ അതൊന്നും ഈ മനുഷ്യന് അറിയേണ്ട കാര്യമില്ലല്ലോ. സങ്കടം കൊണ്ട് അവൾക്ക് കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥയായിരുന്നു. എന്തേലും വഴി നോക്കാം. അവൾ ചില കണക്ക് കൂട്ടലുകളൊക്കെ നടത്തി. ഇരുവരും പരസ്പരം ഒന്നും മുരിയാടയാതെ യാത്ര ചെയ്യുകയാണ്. ഡി, ഇതാണോ നിന്റെ കോളേജ്? വിഷ്ണു ശബ്ദമുയർത്തിയതും അമ്മാളും ഞെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി. ഈശ്വര, ഞാൻ ഉറങ്ങിപ്പോയല്ലോ. അപ്പോൾ എൻ്റെ ഇല്ലം കാണാൻ കൂടി കഴിഞ്ഞില്ല. അച്ഛൻ അവിടെ തന്നെ കാത്തു നിന്നോ ആവോ? അവൾ ആകെ വിഷമത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കോളേജിലെത്തിയതും വിഷ്ണു ചെന്ന് അമ്മാളുവിൻ്റെ സാറിനെ കണ്ട് സംസാരിച്ചു. അവിടുത്തെ ചടങ്ങുകളൊക്കെ പെട്ടെന്ന് നടത്തിയ ശേഷം അവിടെ നിന്നും ഇറങ്ങി. കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് വിശേഷമൊക്കെ ചോദിച്ച ശേഷം അമ്മാളു വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിഷ്ണുവേട്ടാ, എൻ്റെ ബുക്സ് ഒന്നും എടുത്തില്ലല്ലോ. അച്ഛനെ വിളിച്ച് പറയട്ടെ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ? വേണ്ട, തൽക്കാലം നീ ബുദ്ധിമുട്ടണ്ട. അതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ എത്തിച്ചു തന്നോളാം. കഷ്ടമുണ്ട് കേട്ടാ, ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറിഞ്ഞിന് എന്ത് ദ്രോഹമാണ് ചെയ്തത്. ഇക്കുറി അമ്മാള് കരഞ്ഞു പോയിരുന്നു. മിണ്ടാതിരിക്കടി. ഇങ്ങനെയൊക്കെ മാത്രമേ ഇനി ഈ വിഷ്ണു നിന്നോട് പെരുമാറുകയുള്ളൂ. വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചുകൊണ്ട് അവൻ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. കൈത്തോടും പാടവും കടന്ന് ചമ്മൺ പാതയിലൂടെ വിഷ്ണുവിൻ്റെ ഇന്നോവ കാർ ഇരമ്പിപ്പോയി. അമ്മാളുവിന് തൻ്റെ മിഴികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ മുൻപിലത്തെ കാഴ്ചകളൊക്കെ മങ്ങിയിരുന്നു. അകലെ നിന്നും പക്ഷേ അവൾ നോക്കിക്കണ്ടിരുന്നു തൻ്റെ പടിപ്പുര. അവിടെ ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ അമ്മാളുവിന് തോന്നി. മിഴികൾ അമർത്തി തുടച്ച് മാറ്റിയ ശേഷം അവൾ വീണ്ടും നോക്കി. അച്ഛൻ. ഈശ്വര, അമ്മയുണ്ടല്ലോ. ആദ്യമായി നഴ്സറി സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തൻ്റെ മാതാപിതാക്കളെ കാണുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു അമ്മാളും. അപ്പോൾ വണ്ടിയിരുന്നു കൊണ്ട് മറ്റെല്ലാം മറന്ന് അവൾ വിളിച്ചു കൂവി. വിഷ്ണുവേട്ടാ, വണ്ടി ഒന്ന് നിർത്തുവോ? അച്ഛനും അമ്മയും എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാ. അമ്മാളു അവൻ്റെ കാല് പിടിക്കും പോലെ യാചിച്ചു. വണ്ടി കണ്ടതും മനസ്സിലായതുപോലെ രാമൻ വഴിയിലേക്ക് ഇറങ്ങി വന്നു. അച്ഛാ, അമ്മേ, കൂകി വിളിച്ചുകൊണ്ട് വണ്ടി നിർത്തിയതും ഓടിച്ചെന്ന് അവൾ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ചു. മോനെ, ഒന്ന് കയറിയിട്ട് പോവാം. ഇവിടെ വരെ വന്നതല്ലേ. കുട്ടിയുടെ ബുക്കും പുസ്തകമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി കൊണ്ടുപോവാം. പ്രഭയപ്പോൾ വിളിച്ചു പറഞ്ഞിരുന്നു കൊടുത്തയക്കണമെന്ന്. ലേഖ പറഞ്ഞതും അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. നിനക്കിട്ട് വെച്ചിട്ടുണ്ടടി, ഞാൻ പറയുന്ന നിനക്ക് അനുസരിച്ച് കൂടല്ലേ? മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറി. കുടിക്കാൻ എടുക്കട്ടെ മോനെ, തണുത്ത സംഭാരമുണ്ട്. അല്ലെങ്കിൽ ഊണ് കഴിക്കാം. അമ്മാളുവിൻ്റെ അച്ഛനാണ് വിഷ്ണുവിൻ്റെ അമ്മാവൻ. പക്ഷേ രാമനെയൊന്നും അവൻ ഇഷ്ടമല്ല. വേണ്ട, പോയിട്ട് ലേശം ധൃതിയുണ്ട്, അവളോട് വരാൻ പറയൂ. അവൻ പറഞ്ഞതും മോളെ അമ്മാളു, ദേ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തളത്തിലേക്ക് കയറി. ആ സമയത്ത് അമ്മാളു അടുക്കളപ്പുറത്തിരുന്ന് നെയ്യ് കൂട്ടിക്കുഴിച്ച ചോറിലേക്ക് പരിപ്പ് കറി എടുത്തൊഴിച്ച് പപ്പടം കൂട്ടി പൊടിച്ച് ഒരു ഉരുളയെടുത്ത് വായിലേക്ക് വെക്കുകയാണ്. എന്താ രുചി! ഓ, സൂപ്പർ!
ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവളുടെ ശബ്ദം മുൻവാതിലും കടന്ന് വിഷ്ണുവിൻ്റെ കാതിലെത്തി. അവിടെ എല്ലാവരും നോൺ കഴിക്കും. എനിക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഓക്കാനിക്കാൻ തോന്നും. ഓപ്പോള് കഴിക്കുമോ മോളെ? ഇല്ലില്ല, അപ്പ കഴിക്കില്ല. ബാക്കി എല്ലാവരും. സാരമില്ല, അവിടുത്തെ ശീലമല്ലേ മോളെ, മാറ്റാൻ പറ്റില്ലല്ലോ. അമ്മ അവളെ സമാധാനിപ്പിച്ചു. എല്ലാം കേട്ടുകൊണ്ട് വരിഞ്ഞു മുറുകിയ മുഖത്തോടെ വിഷ്ണു ഉമ്മറക്കോലായിലിരുന്നു. വലിയൊരു ബാഗിൽ എന്തൊക്കെയോ കുത്തി നിറച്ചുകൊണ്ട് ഇറങ്ങി വരികയായിരുന്നു അമ്മാളു. പഠിപ്പ് കഴിയുന്നത് വരെ സ്വന്തം വീട്ടിൽ നിന്നോളാന്ന് പറഞ്ഞവളാ. ബാഗ് കണ്ടിട്ട് 4-5 വർഷത്തേക്കുള്ള സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു, വിഷ്ണു മനസ്സിലോർത്തു. തിരികെ വന്ന് വിഷ്ണുവിൻ്റെ ഒപ്പം കാറിലേക്ക് കയറവേ അമ്മാളുവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂകി. അയ്യേ, ഇതെന്താ കൊച്ചുകുട്ടിയാണെന്നാണ് എപ്പോഴും വിചാരം? ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചിറങ്ങി പോവല്ലേ മോളെ, നാണക്കേട്. ലേഖ വന്ന് മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ എന്തിനാ കരയുന്നത്? മറ്റന്നാൾ കാലത്ത് തന്നെ ഇങ്ങോട്ട് എത്തുമല്ലോ. രാമൻ വന്ന് മകളുടെ തോളിൽ തട്ടി. അപ്പോഴേക്കും വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അകലെ അപ്പോഴും തങ്ങളെ നോക്കി നിൽക്കുന്ന അച്ഛനെയും അമ്മയും ഒക്കെ റിയർ വ്യൂ മിററിൽ കൂടി അവൾ കണ്ടു. മലയാളത്തിലല്ലായിരുന്നോ നിന്നോട് ഞാൻ പറഞ്ഞത് ഇവിടെ കയറരുതെന്ന്? എന്നിട്ട് നീ എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞത്? കുറച്ചു ദൂരം പിന്നിട്ട ശേഷം വണ്ടി മെയിൻ റോഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി, അതാ. സോറി. സങ്കടമായെങ്കിൽ നീ അവിടെ നിന്നോളാൻ മേലായിരുന്നോ? എന്തിനാ ഇതെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങോട്ട് പോകുന്നത്? നാശം പിടിക്കാൻ. അവന് ദേഷ്യം വന്നു. മറുപടി ഒന്നും പറയാതെ കൊണ്ട് പാവ അമ്മാളും അങ്ങനെ തന്നെയിരുന്നു. ശ്രീ രാജശേഖര വർമ്മ കോളേജ്. സ്വർണ്ണ ലിപികളിൽ കൊത്തിയ വലിയൊരു കോളേജിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവൻ വണ്ടി നിർത്തി. ഇവിടെയാണോ വിഷ്ണുവേട്ടൻ പഠിപ്പിക്കുന്നത്? അവൾ ചോദിച്ചു പോയി. വിവാഹം കഴിഞ്ഞെന്നുള്ള വിശേഷമൊന്നും നീ ഇവിടെ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട, കേട്ടല്ല പറഞ്ഞത്? കോളേജിലെ ആരൊക്കെയോ നമ്മുടെ കല്യാണത്തിന് വന്നതല്ലേ, അപ്പോൾ അവർക്കൊക്കെ അറിയില്ലേ? ഉള്ളിലെ സംശയം മറച്ചു വെക്കാതെ കൊണ്ട് വീണ്ടും അമ്മാൾ ചോദിച്ചു. ഞാൻ നേരത്തെ പഠിപ്പിച്ച കോളേജിൽ ടെമ്പററി പോസ്റ്റ് ആയിരുന്നു. ഇവിടെ മറ്റന്നാൾ മുതൽ ജോയിൻ ചെയ്യുന്നതാണ് പെർമനൻ്റ് ആയിട്ട്. മറ്റന്നാളോ? അതെ, മറ്റന്നാൾ. ഞാനും നീയും, മനസ്സിലായോ? കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അനന്തു വർമ്മ, അതായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ. ഹലോ സർ. വിഷ്ണുദത്തൻ, വരൂ, ഇരിക്കൂ. റൂമിലേക്ക് കയറിയപാടെ ഒരു മധ്യവയസ്കൻ വന്ന് വിഷ്ണുവിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. വിഷ്ണു 7-8 മാസങ്ങൾ ഇവിടെ പഠിപ്പിച്ചതാണല്ലേ? അതെ സർ, ഞാനിന്ന് +2 പഠിപ്പിച്ച സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഇവിടെ ഡിഗ്രി ചെയ്യുന്നുണ്ട്. കറക്റ്റ്. എന്തായാലും താൻ ഇവിടെ കൊള്ളതായിരുന്നടോ, അതാണ് കറങ്ങിത്തിറങ്ങി ഇവിടെ കൊണ്ടെത്തിച്ചത്. കുറച്ച് സമയം അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഓക്കെ, ഇതാണല്ലേ താൻ പറഞ്ഞ കുട്ടി? അയാൾ അമ്മാവളുവിനെ നോക്കി. അതെ സർ. ഓക്കെ, ഇനി 1 ഇയർ എടുക്കും തനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കുവാൻ അല്ലേ? അതെ സർ. ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇയാൾ നല്ലവണ്ണം പഠിച്ചോണം കേട്ടോ, ഉഴപ്പിയേക്കരുത്. നോ സർ. അപ്പോൾ എങ്ങനെയാണ്, രണ്ടാളും മറ്റന്നാൾ മുതൽ വന്നു തുടങ്ങുമോ അതോ? വരാം സർ, പെട്ടെന്ന് വിഷ്ണു മറുപടി കൊടുത്തു. ക്ലാസ് ടൈം ആയതുകൊണ്ടാണ് സ്റ്റാഫ് റൂമിൽ അധികം ആരുമില്ല. കുഴപ്പമില്ല സർ, ഞാൻ എല്ലാവരെയും മറ്റന്നാൾ വരുമ്പോൾ കണ്ടോളാം. ഇപ്പോൾ ലേശം ധൃതിയുണ്ട്, പോയിക്കോട്ടെ. ഓ ഷുവർ, എനിക്കും ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരിയിടോ, ഒന്ന് നേരം കളയണ്ട, താനും പൊയ്ക്കോ. സർ ചിരിയോടെ എഴുന്നേറ്റു. അവിടെ നിന്നും ഇറങ്ങി കാറിൽ കയറുമ്പോഴൊക്കെ വിഷ്ണു ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത് എന്നൊരു സംശയം അമ്മാളുവിൽ മുട്ടിട്ടിരുന്നു. വീട്ടിൽ ചെന്നിട്ട് ആരുവിനോട് ചോദിക്കാമെന്ന് അവൾ കണക്ക് കൂട്ടി. ഏകദേശം 4 മണിയായിരുന്നു ഇരുവരും വീട്ടിലെത്തിയപ്പോൾ. പ്രഭ ഉമ്മർത്ത് തന്നെയുണ്ട്, ഒപ്പം മീരടത്തിയും. കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ലെന്ന് അമ്മാളുവിന് മനസ്സിലായി. അതോർത്തതും വിഷമത്തോടെ അവൾ കാറിൽ നിന്നും ഇറങ്ങി. ഡി, ഇതൊക്കെ ആരടി വന്നെടുത്തോണ്ട് പോകുന്നത്? ഒരു ചാക്ക് സാധനം അവൾ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നേക്കുന്നത്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പോകുന്ന കേട്ടില്ലേ? അവൻ ദേഷ്യപ്പെട്ടതും അമ്മാളും ഞെട്ടിത്തിരിഞ്ഞു. അയ്യോ സോറി വിഷ്ണു ഏട്ടാ, ഞാനത് മറന്നു. ഓടി വന്ന് ബാക്കിലെ ഡോറ് തുറന്ന ശേഷം അമ്മാളു ബാഗുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ചു. ആഹാ, ഇത് എന്തൊക്കെയാ ഇത്? അമ്മാളുടെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തിയെന്ന് തോന്നല്ലോ. ഹില്ലത്ത് കയറിയിരുന്നു. എൻ്റെ ബുക്സും പിന്നെ കുറച്ച് ഡ്രസ്സും അങ്ങനെയൊക്കെ ഏട്ടത്തി. മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അമ്മാളുവിൻ്റെ കയ്യിൽ നിന്ന് ബാഗുകൾ മേടിക്കാൻ ശ്രമിക്കുന്ന മീരയെ നോക്കി അവൾ മറുപടി പറഞ്ഞു. മോളെ, കോളേജിലൊക്കെ പോയിട്ട് എന്തായി? പ്രഭയാണ് ചോദിച്ചത്. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ചു. പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഒപ്പം ഏട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൽ പോയി, അവിടെ ചേർന്നു. മറ്റന്നാൾ മുതൽ ജോയിൻ ചെയ്യാനാണ് ഏട്ടനോട് അവിടുത്തെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞത്. മറ്റന്നാൾ പറ്റില്ലല്ലോ, വിരുന്നിന് പോകണ്ടേ കുട്ടി? പ്രഭ സംശയത്തോടെ ചോദിച്ചു. വിഷ്ണുവേട്ടൻ പറഞ്ഞത് അന്ന് തന്നെ പോയി തുടങ്ങണമെന്നാണ്.
ഏട്ടനും അവിടേക്ക് അന്ന് തന്നെ കയറുന്നുണ്ട് പോലും. ഇന്നലെയാണ് അവിടെ ജോലിക്കുള്ള നിയമനം ലഭിച്ചത്. ഇല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള കോളേജിലേക്ക് കയറിയാൽ 15 മിനിറ്റ്, അതിൽ കൂടുതൽ യാതൊരു ആവശ്യം പോലും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനാ അപ്പേ, കൃത്യം ആ ദിവസം തന്നെ എല്ലാം ഒത്തു വന്നു. വിഷമത്തോടെ അവൾ അകത്തേക്ക് കയറി.